വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പ്രാചീന മധ്യകാല മലയാള കവിതയിലെ രാമചരിതം എന്ന പാഠഭാഗത്തെ പറ്റിയാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും രാമചരിതം എന്ന് പറയുന്ന ആ പാഠം അതിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ, അതിൻ്റെ തമിഴ് കലർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ ഒട്ടേറെ ബുദ്ധിമുട്ടായതുകൊണ്ട് കൂടി ആ പാഠഭാഗത്തെ കുറച്ചുകൂടി സീരിയസ് ആയി നമ്മൾ സമീപിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാമചരിതം എന്ന് പറയുന്ന ശ്രീരാമൻ രചിച്ചിട്ടുള്ള ഈ പാഠഭാഗം നമുക്ക് കാണാൻ കഴിയും. അതിൽ തുടക്കം തന്നെ ഇതുപോലെയുള്ള പണ്ടത്തെ പ്രാചീന കവിതകളിൽ അധികമായിട്ട് ഒരുപാട് വർണ്ണനകൾ അങ്ങനെ ഒരുപാട് ഉണ്ടാവും. അതേപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് വാക്കുകൾ, ഇതൊക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് ഇങ്ങനെയുള്ള പഴയ കവിതകളിലും കഥകളിലൊക്കെ കാണാനായിട്ട് പറ്റും. അതാണ് ഇങ്ങനെയുള്ള കവിതകളുടെ, ഇങ്ങനെയുള്ള പഴയ പ്രാചീന കാലത്തൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള, പ്രാചീന മധ്യകാല കാലങ്ങളിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള കവിതകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഒരുപാട് വലിച്ചു നീട്ടിയിട്ടുള്ള എഴുത്തുകളാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് മറ്റുള്ള രീതികളിലേക്കൊക്കെ കവിത വളർന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാട്ടിൻ്റെ തുടക്കത്തിൽ, രാമചരിതത്തിൻ്റെ തുടക്കത്തിൽ ഒരുപാട് ദൈവങ്ങളെയും ഗുരുക്കന്മാരെയും ഒക്കെ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ അങ്ങനെ സ്തുതിച്ച് താൻ എഴുതാൻ പോകുന്ന കവിതയിലേക്ക് കടക്കുകയാണ് യഥാർത്ഥത്തിൽ കവി ചെയ്യുന്നത്. ആ കവിതയിലേക്ക് കടക്കുമ്പോൾ തനിക്ക് നന്നായി എഴുതാൻ കഴിയണമേ. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ആ ഒരു ഉറച്ച വിശ്വാസം മനസ്സിലുള്ള ആളാണ് കവി. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം, ഉള്ളിൽ അടിയുറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ വിനായകനെയും ലക്ഷ്മി ദേവിയെയും ഗുരുക്കന്മാരെയും എല്ലാം സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്തുതിക്കുമ്പോൾ ഇവരെല്ലാവരും തനിക്ക് തുണയാവും എന്നുള്ള ഒരു വിശ്വാസം, അത്തരത്തിലുള്ള ഒരു വിശ്വാസമാണ് പണ്ട് തൊട്ടേ മനുഷ്യൻ വളർന്നു വന്നിട്ടുള്ളത്. അവൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള വിശ്വാസവും ഭക്തിയും ഒക്കെ കൊണ്ടാണ്. അപ്പോൾ അവൻ തന്നെ രൂപപ്പെടുത്തി, അവൻ തന്നെ മനസ്സിൽ വെച്ചിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ദേവി, അക്ഷരങ്ങളുടെ ദേവിയായിട്ടുള്ള ദേവിയെ വിളിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വിനായകൻ, വിഘ്നങ്ങളെല്ലാം മാറ്റുന്ന വിനായകൻ വിഘ്നമെല്ലാം മാറ്റി തന്നെ കവിത എഴുത്തിൽ തുണയ്ക്കും എന്നൊക്കെ, തനിക്ക് നല്ല വാക്കുകളൊക്കെ നൽകും, ഇവരുടെ അനുഗ്രഹം തനിക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ അനുഗ്രഹങ്ങളോട് ഒരു ആഗ്രഹം, അങ്ങനെയുള്ള ദൈവങ്ങളോടുള്ള ഒരു വിധേയത്വം ഇവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ പണ്ടത്തെ കാലങ്ങളിൽ കൂടുതലായിട്ടും ഭക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ പഴയ സിനിമകളൊക്കെ കണ്ടറിയാം, അതിലൊക്കെ അധികവും ഭക്തി സിനിമകളാണ്. ഇപ്പോൾ എത്ര സിനിമകൾ ഭക്തി ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് ചോദ്യമാണ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭക്തിയാണ് തുടക്കത്തിലുള്ള വരികളിൽ പ്രകടമായി കാണുന്നത്. അവൻ ഒന്നിനോട് വിധേയനായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവനെ സഹായിക്കാൻ എന്തെങ്കിലും ഒന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അവനെ ഒരുപാട് സഹായിച്ചത്. അപ്പോൾ അവൻ എന്തിൽ വിശ്വസിച്ചാലും, അവൻ ദൈവങ്ങളിൽ വിശ്വസിച്ചാൽ ആ ദൈവം അവനെ സഹായിക്കും, അവൻ്റെ കൂടെ ഉണ്ടാവും, അവന് തുണയായി ഉണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് എല്ലാവരെയും മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ കവിയെ ഇവിടെ മുന്നോട്ട് നയിക്കുന്നത്. താൻ കവിത എഴുതാൻ പോകുമ്പോൾ താൻ അറിവ് കുറഞ്ഞവനാണ് എന്ന് സമ്മതിക്കുന്ന കവി പറയുകയാണ്, ഇങ്ങനെയൊരു ഉദ്യമം, ഇങ്ങനെയൊരു കവിത എഴുതാൻ പോകുമ്പോൾ ദൈവങ്ങളെല്ലാം തന്നെ തുണയ്ക്കണം എന്ന ഒരു വിശ്വാസത്തിലേക്കാണ്, അങ്ങനെ ഒരു ചിന്തയിലേക്കാണ് കവി ആദ്യം തന്നെ പോകുന്നത്. അങ്ങനെ ദൈവങ്ങളെ സ്തുതിച്ച ശേഷം കവി ഗുരുക്കന്മാരെ മറക്കുന്നില്ല. അപ്പോൾ ഗുരുക്കന്മാരെയും എല്ലാവരെയും സ്തുതിക്കുകയും അവരുടെയൊക്കെ അനുഗ്രഹം അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് കവിതയിലേക്ക് കവി കടക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന വരികളൊക്കെ ഇത്തരത്തിലുള്ള ദേവതാസ്തുതികളാണ്. ദേവതാസ്തുതികൾ ഇപ്പോൾ നമ്മൾ അക്ഷരങ്ങൾ, നല്ല രീതിയിലുള്ള എഴുത്ത് അദ്ദേഹത്തിന് എഴുതാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ദൈവങ്ങളെ ഒരുപാട് സ്തുതിച്ച് വർണ്ണിച്ച് പാടുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ എന്താണ് കഥ എന്നുള്ള കുറച്ച് രൂപം കൂടി നമുക്ക് ഈ ഒന്നാം പടലം തരുന്നുണ്ട്. ആ ഒരു അവസാനമാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ശരിക്കും ഈ കവി ഇത്രമേൽ ആഴത്തിൽ എല്ലാവരെയും സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ സ്തുതി തന്നെയാണ് ഒരു പകുതി ഭാഗവും. പക്ഷേ കഥ യഥാർത്ഥത്തിൽ വരുന്നത് എവിടെയാണ്? കഥയിലേക്ക് കടക്കുന്നത് പിന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സ്തുതിയെല്ലാം കഴിഞ്ഞ ശേഷം രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോവുകയുണ്ടായി. അപ്പോൾ വാനരന്മാർ നടന്ന് അന്വേഷിച്ചു. അപ്പോൾ എവിടെ അന്വേഷിച്ചിട്ടും കാണാതെ ഇരിക്കുന്ന അവസ്ഥയിൽ, 4 ദിക്കും പോയി അന്വേഷിച്ചിട്ടും കാണാതിരിക്കുന്ന അവസ്ഥയിൽ ഹനുമാൻ, ധീരനായ ശക്തിമാനായ ഹനുമാൻ അന്വേഷിച്ച് പോവുകയും അവിടെ സീതയെ കണ്ടെത്തിയ ശേഷം, ലങ്കയിൽ പോയി സീതയെ കണ്ടെത്തിയ ശേഷം തിരിച്ചു വന്ന്
കഥയെല്ലാം രാമനോട് പറയുകയും ചെയ്തു എന്നുള്ള ഒരു കഥ ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അന്വേഷിച്ച് നടന്ന് കണ്ടെത്തിയ ഭാഗം ഇവിടെ പറയുന്നു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കഥയിലേക്ക് കടക്കുന്നത് ഇവിടെയാണ്. അങ്ങനെ രാവണനാൽ തട്ടിക്കൊണ്ടു പോകപ്പെട്ട സീതയെ അന്വേഷിച്ച് ഹനുമാൻ പോകുന്നു. അങ്ങനെ അവിടെ എത്തി ഹനുമാൻ സീതയെ കണ്ട കാര്യങ്ങളെല്ലാം രാമനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഈ ഭാഗത്ത് നമുക്കുള്ളത്. രണ്ടാം പടലത്തിൽ ഇതിൻ്റെ ബാക്കി ഉണ്ട്. അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കാർക്ക് പഠിക്കാണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കഥയുടെ ഇത്രയും ഭാഗം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പറയുന്ന ആ രാവണൻ്റെ തട്ടിക്കൊണ്ടുപോകലിന് ശേഷം സീതയെ കണ്ടെത്താൻ വേണ്ടി അവരനുഭവിച്ചിട്ടുണ്ടാവുന്ന ദുഃഖങ്ങൾ എന്തൊക്കെയായിരിക്കാം, അവരെവിടേക്ക് പോയി അന്വേഷിച്ചിട്ടുണ്ടാവും, എങ്ങനെയായിരിക്കും വാനരന്മാർ ആ ഒരു സാഹചര്യത്തെ, രാമനും മറ്റുള്ളവരുമെല്ലാം ആ സാഹചര്യത്തെ എങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരാൾ നഷ്ടപ്പെട്ടു പോവുകയാണ്, അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന സ്നേഹിച്ചിരുന്ന ഒരാൾ അകന്നു പോയി വേർപെട്ടു പോയി കഴിയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ ഇപ്പോൾ എത്ര കഠിനവും ദയനീയവുമാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു വേദനയിലേക്ക് കടന്നു പോയിട്ടുണ്ടാവും. അവരന്വേഷിച്ച് എത്രയോ നാളുകൾ നടന്നിട്ടുണ്ടാവും. അങ്ങനെ അവരനുഭവിച്ച വേദന നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ അതിനുശേഷം ഹനുമാൻ്റെ ആ ഒരു യാത്ര, ഇപ്പോൾ കണ്ണശരാമായണത്തിൽ പറയുന്ന പോലെ പർവ്വതത്തെയൊക്കെ കുലുക്കി അങ്ങനെ പറന്ന് പോയിട്ടുള്ള ആ ഒരു യാത്ര, അങ്ങനെ പോകുന്ന ഹനുമാൻ അവിടെ എത്തി സീതയെ കാണുന്നത്, അങ്ങനെ സീതയുമായി സംസാരിക്കുന്ന രംഗം, അതിനുശേഷം തിരിച്ചെത്തി രാമനോട് കഥ പറയുന്ന രംഗം. അപ്പോൾ ഇത്തരത്തിലുള്ള രംഗങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിത് എത്രമാത്രം ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് വരികളും വാക്കുകളും ഒക്കെ കാണുമ്പോൾ നമ്മൾ അതിൽ നിന്നും മാറി നിന്ന് മാറ്റിവെച്ച് പോകുന്നതുകൊണ്ടാണ് നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് കഴിയാത്തത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി പറയുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരും.